ഞാൻ അമ്മാസിന്റെ കാര്യത്തിൽ അമ്മാസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മറ്റേ ഇത് പറയണം, അമ്മാസും ഈ പലസ്തീനികൾക്ക് അത്ര ആശ്വാസകരമായിട്ടുള്ള ഒരു സംഘടന അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗവൺമെന്റും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് രണ്ട്, ഇസ്രായേലും അവിടുത്തെ പലസ്തീനികൾ കൊല്ലുന്നുണ്ട്, ഹമാസും അത് തന്നെയാണ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതെ ഇതും അതെ ജനോസൈഡാണ്, അതും ജനോസൈഡാണ്. ഹമാസ് ഒക്ടോബർ 7 ആക്രമിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഹമാസിനൊപ്പം തന്നെ ഈ അല്ലക്സ മാട്രിയർ ബ്രിഗേഡ് എന്ന് പറയുന്ന ഫത്തയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു മറ്റൊരു മിലിറ്റന്റ് ഓർഗനൈസേഷനാണ്. അവരും ഇതിന്റെ ഭാഗമായിട്ട് നിന്നിരുന്നു. ഈ ഫത്തയുടെ ഒരു നേതാവ്, ആ നേതാവിന്റെ പേര് ക്രിസ് ബന്തക് എന്നാണ്. ക്രിസ് ബന്തക് അയാളൊരു ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. അയാള് നമ്മുടെ യേശുക്രിസ്തു ജനിച്ചതുണ്ടല്ലോ ബദലേഹം, അതിനടുത്തുള്ള നേറ്റിവിറ്റി ചർച്ച് ഉണ്ട്. ആ നേറ്റിവിറ്റി ചർച്ചിന്റെ അടുത്താണ് ഇയാള് ജനിച്ചത്. അപ്പോ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ധാരാളം തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസും CSP കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില നേതാക്കൾ തമ്മിൽ ഒരു ഉറസലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇരു പാർട്ടികൾ അണികൾ ഏറ്റുമുട്ടുന്ന സംഭവങ്ങൾ വളരെ ഒറ്റപ്പെട്ട രീതിയിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അടികൂടുന്ന ഇവരും ഈ കീഴടക്കി വെച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാരും ചെയ്യുന്നത് ഒന്നാണ്. രണ്ടുപേരും ചെയ്യുന്നത് കൊളോണിയലിസമാണ് നമ്മൾ വാദിക്കില്ലല്ലോ. അപ്പൊ ഏകദേശം ആ ഒരു വാദമാണ് ഇസ്രായേലും ചെയ്യുന്നുണ്ട്, ഹമാസും ജനോസൈഡ് ചെയ്യുന്നുണ്ടെന്നതിനെ കുറിച്ച് പറയുന്നത്. ഹമാസ് വയലൻസ് ചെയ്യേണ്ടെന്ന് റഷാദ് പറഞ്ഞെങ്കിൽ ഓക്കെ, ഞാനത് അംഗീകരിക്കും. ഹമാസ് വയലൻസ് ചെയ്യുന്നുണ്ട്. ഹമാസ് ചെയ്യുന്ന ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് കരുതി എന്താ പറയാ, ഒരു ജനോസൈഡ് സ്റ്റേറ്റിനെയും ബ്രോഡർ പിക്ചർ എന്താണ് ചോദ്യം? ബ്രോഡർ പിക്ചറിൽ ഒരു ജനോസൈഡ് സ്റ്റേറ്റിനെയും അതിനെതിരെ നിൽക്കുന്ന വളരെ ദുർബലമായ ഒരു റെസിസ്റ്റൻസും രണ്ടും ഒന്നാന്ന് പറയുന്നത്. ഇരയും വേട്ടക്കാരനും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം ഈ എക്സാമ്പിൾ കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന്. അപ്പം നാസി റെജീം നടക്കുമ്പോൾ ഗെറ്റോകളിൽ നിന്ന് ജൂതന്മാർ, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ഗെറ്റോകളിൽ നിന്നും ജൂതന്മാര് വെളിയിൽ വന്നിട്ട് നാസികളെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്ന സംഭവമുണ്ട്. വാർസോ അപ്രൈസിംഗ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഈ ഹമാസിൽ ഈ ഒക്ടോബർ 7 നടന്ന സെയിം പാറ്റേൺ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഗെറ്റോകളിൽ നിന്ന് വെളിയിൽ വരുന്നു, അവരുടെ ആ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് അവർ വെളിയിൽ വരുന്നു, നാസികളെയും അവിടെ കണ്ട സിവിലിയൻസിനെയും ഒക്കെ അവർ അറ്റാക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ വാർസോ അപ്രൈസിംഗ് വെച്ചിട്ട് നമ്മൾ പറയുമോ ഓക്കെ വാർസോ അപ്രൈസിംഗും ജനോസൈഡാണ്, അതും ജനോസൈഡാണെന്ന് പറയില്ല. കാരണം എന്താണ്? ദർ ഇസ് എ ബ്രോഡർ പിക്ചർ ഇല്ലേ? ബ്രോഡർ പിക്ചർ നോക്കുമ്പോൾ എന്താണ് അവിടുത്തെ പ്രധാന പ്രശ്നം? ആ നാസി റെജീമും ജൂത വിരോധവും ജൂതന്മാരുടെ വംശഹത്യയാണ് അവിടുത്തെ ബ്രോഡർ ഇഷ്യൂ. ഈ വാർസോ അപ്രൈസിംഗ് ഈസ് ഓൺലി വൺ അമംഗ് ദി സ്മോൾ ഇഷ്യൂസ്. കാരണം അത് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ ഗെറ്റ് വൈസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നത്. അവരെ ഗെറ്റ് വൈസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവർ വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. അപ്പം you should compare Warsaw Uprising with Hamas attack. We condemn both. We condemn Warsaw Uprising. ശരിയാണ്, ഇന്നസെന്റ് ആയിട്ടുള്ള ജർമ്മൻസ് അതിനകത്ത് മരിച്ചിട്ടുണ്ട്. We condemn ഹമാസ്, ഇന്നസെന്റ് ആയിട്ടുള്ള ജൂതന്മാർ മരിച്ചിട്ടുണ്ട്. ബട്ട് the point to നോക്ക് വാട്ട് ഈസ് ദ ഗ്രാൻഡ് പൊളിറ്റിക്സ് അവിടെ നടക്കുന്ന ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സ് എന്താണ്? ഒരു കോളനി വൽക്കരണ രാജ്യം കോളനി ചെയ്യുന്നു, ഗെറ്റ് വൈസ് ചെയ്യുന്നു. അവിടെ ഗെറ്റ് വൈസ് ചെയ്യുന്നതിന് കാരണം ആളുകളെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളിലും ഫാക്ഷനിലേക്കും പോകുന്നു. എന്നിട്ട് അവർ വയലൻസിലേക്ക് പോവുകയാണ്. അതിനെയല്ല നമ്മൾ കണ്ടം ചെയ്യേണ്ടത്, ആ സിറ്റുവേഷനെയല്ല നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ വീക്ഷണം ഇതാണ്. ഈ ഇസ്രായേൽ ഗാസ വിഷയത്തിൽ നമ്മൾ വെക്കുന്ന വ്യൂ പോയിന്റ് ഇതാണ്. ദിസ് ഈസ് ഹൗ വി ഷുഡ് ലുക്ക് അറ്റ് ദിസ് ഇഷ്യൂ. അല്ലാതെ ഗാസയിലുള്ള ഹമാസ് വേഴ്സസ് ഇസ്രായേൽ എന്ന ഇഷ്യൂ ആയിട്ടല്ല കണ്ടത്. ഇറ്റ് ഷുഡ് ബി സീൻ ആസ് എ ഒക്കുപ്പൈയിങ് ഫോഴ്സ്. ആളുകളെ ഗെറ്റ് വൈസ് ചെയ്യുന്ന ഒരു നേഷനും ഒക്കുപ്പൈ ചെയ്യപ്പെട്ട ആളുകൾ നടത്തുന്ന വയലൻസും. സോ ആ കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ ഹമാസിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹമാസ് ചെയ്യുന്ന തീവ്രവാദമാണ്. ഹമാസ് അവിടെ ഒക്ടോബർ 7 ചെയ്തത് തെറ്റാണ്, കണ്ടം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനം ഉണ്ടാകുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാതെ ജസ്റ്റ് ഹമാസ് ഇപ്പൊ നാളെ നിങ്ങൾ പോയിട്ട് ഹമാസിനെയും എല്ലാവർക്കും, ഇപ്പം പലസ്തീനുള്ള എല്ലാവർക്കും മതം മാറുന്ന ഒരു ഇഞ്ചക്ഷൻ കൊടുത്തെന്ന് വിചാരിച്ചു. അവർ ഉറങ്ങി എണീറ്റുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ നിന്ന് ഇസ്ലാമും എല്ലാം മറന്നെന്ന് വിചാരിച്ചോ? ബട്ട് സ്റ്റിൽ ആഫ്റ്റർ സം ടൈം എന്തെങ്കിലും തരത്തിലൊരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷനിലേക്ക് പോകും. കാരണം അവിടുത്തെ മെറ്റീരിയൽ കണ്ടീഷൻസ് അങ്ങനെയാണ്. അവർക്ക് വെള്ളം കിട്ടുന്നില്ല, ഫുഡ് കിട്ടുന്നില്ല, സ്വയംഭരണാവകാശം ഇല്ല, വെള്ളത്തിനുള്ള സ്പേസ് അതില്ല, എയർ സ്പേസ് ഇല്ല, ബോർഡർ കൺട്രോൾ ഇല്ല. വെസ്റ്റ് ബാങ്കിലാണെങ്കിൽ
ഓരോ 5 മാസം 6 മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു അമേരിക്കയിൽ നിന്ന് ഒരു ജൂതൻ വന്നിട്ട് ഇറങ്ങിപ്പോടെ ഇത് എന്റെ സ്ഥലമാണെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ളവര് കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും എക്സ്ട്രീമിസ്റ്റ് ആവും. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോസസ്. ഈ സൈക്കിളും ഈ പ്രോസസ്സും മനസ്സിലാക്കാതെ നമ്മൾ ഹമാസിനെ എടുത്തിട്ട് മനസ്സിലാക്കരുതെന്നാണ്. അപ്പൊ ഹമാസിനെ നമ്മൾ കണ്ടം ചെയ്യുന്നുണ്ട്. വി ആർ നോട്ട് സെയിങ് ഹമാസ് ഇസ് ഗുഡ്, ഹമാസ് ഇസ് ദ ബെസ്റ്റ് തിങ്, ഹമാസ് ഒരു നല്ല ഓർഗനൈസേഷൻ ആണെന്നല്ല പറയുന്നത്. ഹമാസ് എക്സിസ്റ്റ് ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. ആ റീസൺ ആണ് നമ്മൾ കളയേണ്ടത്. അത് ആളുകളെ ഏത്തിസ്റ്റ് ആക്കിക്കൊണ്ട് പറ്റത്തില്ല. യെസ്. ആ- ഈ ആ- ഹമാസിനെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ അതെ. ഇസ്രായേലിൽ നിന്ന് ഇനി ശ്രദ്ധ തിരിച്ച് വിടാനായിട്ട് ഹമാസിന്റെ പേര് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ഇനി പ്രതീക്ഷ പക്ഷെ പറഞ്ഞ പോലെ അതൊക്കെ ഈ എന്താണ് ഇപ്പം ഈ സയനിസ്റ്റ് കൊളോണിയലിസം നടക്കുന്നതിന് മുമ്പ് അവിടെ ഹമാസ് ഇല്ല. അവിടെ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ നിൽക്കുന്ന മുസ്ലിങ്ങളില്ല. ജൂതന്മാരും ഈ പറഞ്ഞ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം കൂടെ സുഖകരമായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണത്. അവിടുത്തെ ജൂതന്മാരുടെ സാഹചര്യം എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള ജൂതന്മാരെക്കാളും ഒക്കെ വളരെ മികച്ച രീതിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്നത്, ഓട്ടോമൻ എംപയറിന്റെ ഒക്കെ സമയത്ത്. അപ്പം അത് ഈ ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ അവരുടെ പല ഡയറീസിലും പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസസ് തന്നെ ഉണ്ട്. മനസ്സിലായോ? അപ്പം ഉം, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ് അതൊക്കെ. അവരാണ് പിന്നീട് ഈ കൊളോണിയലിസത്തിന്റെ ഒരു സാഹചര്യം വന്നതിന് ശേഷം ഈ ഒരു രീതിയിലേക്ക് മാറുന്നത്. ഈ ഹമാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് എക്സ്ട്രീമിസം എന്ന് പറയുന്നത് ഇവരുടെ ഈ റെസിസ്റ്റൻസ് വോയിസ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ലാംഗ്വേജ് മാത്രമാണ്. അവരുടെ കൾച്ചറിൽ നിന്നുകൊണ്ട് അവർ കണ്ടെത്തിയ ഒരു എന്താ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദിസ് ആങ്കർ ആണ് ഈ പറയുന്ന ഈ ഹമാസിലൂടെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്. ബാക്കിയുള്ള മൂവ്മെന്റുകളും ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മൂവ്മെന്റുകളും ലിബറൽ മൂവ്മെന്റ്സ് അഗെയിൻസ്റ്റ് കൊളോണിയലിസം, ആന്റി കൊളോണിയൽ മൂവ്മെന്റ്, അറബ് നാഷണലിസം, അങ്ങനെ പല മൂവ്മെന്റുകളുണ്ട്. അതിനെയൊക്കെ ഇവർ ഒതുക്കിയാണ് ചെയ്തത്. അതിനു വേണ്ടിയിട്ട് ഇസ്രായേൽ ഹമാസിനെ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രതീക്ഷ നേരത്തെ ഒരു പാറ്റേൺ പറഞ്ഞില്ലേ, അതായത് ഈ ഈ ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകളെ എന്താണ് ഫണ്ട് ചെയ്തുകൊണ്ട് ഈ ലെഫ്റ്റ് മൂവ്മെന്റ്സിനെയും ബാക്കിയുള്ള ആന്റി കൊളോണിയൽ മൂവ്മെന്റുകളെയും ഇല്ലാതാക്കാനൊരു ശ്രമം നടത്തുമെന്ന്. അതിപ്പം ഹമാസിന്റെ ആദ്യത്തെ പള്ളി പണിയുന്നത് ഇസ്രായേലിന്റെ ഫണ്ടോടുകൂടിയാണ്. ഹമാസിന്റെ ആദ്യത്തെ പള്ളി യെസ് ഗാസയിൽ പണിയുന്നത് ഇസ്രായേലിന്റെ ഫണ്ടോടുകൂടിയാണ്. യെസ് അതെ. അപ്പം ഇത് ഈ മിഡിൽ ഈസ്റ്റിൽ മൊത്തം ഇവര് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം അഫ്ഗാനിസ്ഥാനിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം മനസ്സിലാക്കുന്ന കാര്യം. കാരണം റോക്കി എന്ന് പറഞ്ഞ സിനിമ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അതില് താലിബാന്റെ കൂടെയാണ് അമേരിക്ക ഫൈറ്റ് ചെയ്യുന്നത്. താലിബാൻ അതിനകത്ത് ആദ്യം ഈ ടൈറ്റിൽ കാർഡൊക്കെ ഉണ്ടാവും, താലിബാൻ ഡെഡിക്കേറ്റഡ് ടു ഓൾ ദ ബ്രേവ് താലിബാൻ ഫൈറ്റേഴ്സ് എന്നൊക്കെ. കാരണം അന്ന് താലിബാൻ തീവ്രവാദി ആയിട്ടില്ല. പിന്നീടാണ് ഇമ്പീരിയലിസത്തിന് ശേഷമാണ് താലിബാൻ തീവ്രവാദിയായി മാറുന്നത്. മനസ്സിലായി? അന്ന് താലിബാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ ലെഫ്റ്റ് മൂവ്മെന്റുകളെയൊക്കെ ഇല്ലാതാക്കാനൊരു ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പഴയ അന്നത്തെ ഫോട്ടോസ് കാണത്തില്ലേ, പഴയ ലിബറേറ്റഡ് അഫ്ഗാൻ വുമൺ എന്നൊക്കെ പറയുന്നത്, അത് ആ കാലഘട്ടത്തിലുള്ള സ്ത്രീകളാണ്. അവരെയൊക്കെ അന്നത്തെ പുറകെ അഫ്ഗാനിസ്ഥാനിൽ പിടിച്ചത് സ്ത്രീകൾക്ക് എനിക്കൊന്ന് ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നു 1979 1980 സമയത്ത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ മുസ്ലിംസ്, നിങ്ങൾ ഈ പറയുന്ന കാടൻ സാവേജസ് ഖുറാൻ ഏന്തിയ മുസ്ലിംസ് അവിടെ കൊണ്ടുവന്ന നിയമം എന്താണ്? പെൺകുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അവിടുത്തെ ഒരു നിയമം എന്നാണ്. അപ്പൊ അത് കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനുമായിട്ട് ചേരുന്നു. സോവിയറ്റ് യൂണിയനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് പ്രശ്നം ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് അമേരിക്കക്കാർ കൊണ്ടുവന്നാണ് ഈ ഒസാമ ബിൻ ലാദനെ എന്തിനാ കൊണ്ടുവന്നത്? ഒസാമ ബിൻ ലാദൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ ആയിരുന്നു. ഹി വാസ് എൻ എഞ്ചിനീയർ അല്ല കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ ആയിരുന്നു. അയാളുടെ കൺസ്ട്രക്ഷൻ കമ്പനി വെച്ചിട്ട് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ തുരങ്കം പണിഞ്ഞ് ഒരു CIA ബേസാ പണിയുന്നത്. CIA ബേസ് അമേരിക്ക പണിയിപ്പിക്കുന്നത് ഒസാമ ബിൻ ലാദന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടാണ്. ഒസാമ ബിൻ ലാദൻ ബന്ധം വരുന്ന ബേസിക്കലി നേരത്തെ ആലൻ പറഞ്ഞു, സൗദി അറേബ്യയിൽ അവർ പോയി സൗദി അറേബ്യയിൽ പോയി ബേസ് ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ബിൻ ലാദന്റെ കമ്പനി, ആ ബിൻ ലാദന്റെ മോനാണ് ഒസാമ ബിൻ ലാദൻ. ബിൻ ലാദൻ ഉണ്ട്, ഒരു ലാദന്റെ മോനാണ് ഒസാമ ബിൻ ലാദൻ. ആ ഒസാമ ബിൻ ലാദനെ ഇവർ റിക്രൂട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോവുകയാണ്. എന്തിനാ കൊണ്ടുവന്നത്? സോവിയറ്റ് യൂണിയന്റെ ഒരു സപ്പോർട്ടോട് കൂടി അവിടെ ഭരണം വരുന്നു, അവിടെ ഇടതുപക്ഷം വരുന്നു, കമ്മ്യൂണിസം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പറയുമ്പോൾ കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത്, യു ക്യാൻ ഗൂഗിൾ ഓപ്പറേഷൻ സൈക്ലോൺ. നിങ്ങൾ ഇതിനെ കുറിച്ച് വായിക്കാനായിട്ട് എന്തെങ്കിലും പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മതി. ഇത് ചരിത്രമാണ്. ജസ്റ്റ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഹിസ്റ്റോറിയൻസിന്റെ സാധനം എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ ഇതില് നിങ്ങൾ പ്രതീക്ഷ പറഞ്ഞ ഒരു പോയിന്റ്, ഒരു വരിയിലാണ് അത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം മുസ്ലിങ്ങളാണ്. ഇവരൊന്നും നിരീശ്വരവാദികളും എസെൻസ് ടീംസും ഒന്നും അല്ല. ഇവരെല്ലാവരും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ജീവിച്ചിരുന്നത്.
അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഇതിൽ അപ്പം ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു പോകാം. അപ്പം ഇവിടെ ഹമാസിനെ ഇസ്രായേലിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഇവര് വരുന്നത്. എന്നിട്ടാണ് ഈ ബാക്കിയുള്ള ഈ തരത്തിലുള്ള മൂവ്മെന്റുകളെല്ലാം ഇവര് സപ്രസ് ചെയ്ത്, ബാക്കിയുള്ള റെസിസ്റ്റൻസിനെല്ലാം ഇവര് സപ്രസ് ചെയ്ത് ഹമാസ് ഇസ് ദി ഒളി ഓപ്ഷൻ എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇവരാക്കുകയാണ്. അപ്പൊ അത് അവർക്ക് സൗകര്യമായി, അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ളൊരു എക്സ്ക്യൂസുമായി. ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ആക്ച്വൽ റെസിസ്റ്റൻസ് മൂവ്മെന്റ്, കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് മൂവ്മെന്റുകളൊക്കെ ഇല്ലാതാവുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു. ഞാൻ Yeah. നിങ്ങളെ വ്യൂ പോയിന്റ് അറിയുന്നുള്ളൂ. ദിസ് ഇസ് അവർ വ്യൂ പോയിന്റ്. നമ്മൾ റിഡക്റ്റീവ് മുമ്പോട്ട് വയ്ക്കുന്ന വ്യൂ പോയിന്റ് അതാണ്.